ക്രിസ്തീയ സഭയുടെ അന്ത്യനാളുകളും ഇസ്രായേൽ ജാതിയുടെ അന്ത്യനാളുകളും വ്യത്യസ്തമാകുന്നു. സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടതിന് ശേഷം ദൈവം ഇസ്രായേൽ ജാതിയോട് ഒരു വ്യത്യസ്തമായ വിധത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നതാണ് പ്രവചന പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജീവസന്ദേശത്തിൻ്റെ യെശയ്യാ പുസ്തക പഠനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവത്തോടുള്ള അനുസരണക്കേടിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് 1-ാം അധ്യായം അവസാനിച്ചത്. ദൈവത്തിൻ്റെ സാന്നിധ്യം മൂലം ഭാവിയിൽ യെരുസലേമിന് വരാൻ പോകുന്ന മഹത്വമാണ് 2-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. ദൈവമാണ് തങ്ങളുടെ ശ്രേഷ്ഠതയുടെ കാരണമെന്ന് ഇസ്രായേൽ ജനം മറന്നുപോയതായിരുന്നു അവരുടെ പരാജയം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ പ്രശംസ പിടിച്ചുപറ്റുവാനായി നാം നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഏറെ ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നു. എന്നാൽ നാം ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെയും പിൻപിലുള്ള ഉദ്ദേശമാകുന്നു ദൈവം കാണുന്നത്. അതിനനുസരിച്ചാണ് ദൈവം ഓരോ മനുഷ്യനോടും ഇടപെടുന്നത്. ഉദ്ദേശം ശരിയല്ലാത്ത പക്ഷം നാം ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ദൈവം യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് പ്രവാചകൻ ജനത്തോട് പറയുന്നതാണ് യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ നാം കണ്ടുകൊണ്ടിരുന്നത്. ഇസ്രായേൽ ജനം ദൈവത്തിനെന്ന് പറഞ്ഞ് ചെയ്തതായ കാര്യങ്ങൾക്ക് താൻ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നത്രേ ദൈവം അവരോട് പറയുന്നത്. കാരണം അവരുടെ ഹൃദയത്തിൻ്റെ നില ദൈവത്തിൽ നിന്നും വളരെ ദൂരത്തിലായിരുന്നു. ആ ജനം മതപരമായ കാര്യങ്ങളിൽ വളരെ താല്പര്യം കാണിച്ചതുപോലെ തോന്നി. പക്ഷേ അവരുടെ യാഗങ്ങളിൽ ദൈവം അറുപ്പുള്ളവനാണ് എന്നത്രേ അവരോട് പറഞ്ഞത്. ആത്മാർത്ഥമായ വിശ്വാസവും യഥാർത്ഥ ഭക്തിയും അത്രേ ദൈവം അവരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നേതാക്കന്മാർ വളരെ ആകർഷകമായി യാഗം കഴിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ ഹൃദയങ്ങളിൽ അവർ ദൈവത്തോട് അവിശ്വസ്തരായിരുന്നു. ആന്തരികമായി ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ബാഹ്യമായ അടയാളമായിരിക്കണം യാഗങ്ങളും ഏതൊരു ചടങ്ങും. എന്നാൽ അവരുടെ ഹൃദയത്തിൽ വിശ്വാസമില്ലായിരുന്നു, ദൈവഭയമില്ലായിരുന്നു. എങ്കിലും മുറ പോലെ അവർ യാഗങ്ങൾ അർപ്പിച്ചു പോന്നു. ഇന്നും അനേകർ ഇതുപോലെയാണ്. തങ്ങളുടെ മതത്തിൻ്റെ അല്ലെങ്കിൽ സഭയുടെ ആചാരങ്ങളിൽ അധികം വിശ്വാസവും തങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിൽ തികഞ്ഞ അവിശ്വാസവും. എന്ത് വൈരുദ്ധ്യമല്ലേ! ആചാരങ്ങൾ എന്തിനു വേണ്ടിയെന്ന് ചിന്തിക്കാൻ പോലും അങ്ങനെയുള്ളവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം അവരുടെ പ്രവൃത്തികളിൽ അസന്തുഷ്ടനാണ്. ഇത് നമുക്കൊക്കെ സംഭവിക്കാവുന്ന ഒരു അപകടമാണ്. നാം വളരെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം. യെശയ്യാ പ്രവചനം 2 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്ന പ്രവചനം അന്ത്യനാളുകളെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും മഹാപീഡനത്തെക്കുറിച്ചും ഉള്ളതാണ്. അതെ, ഇസ്രായേലിൻ്റെ വർത്തമാനകാലത്തിന് അപ്പുറം അന്ത്യകാലത്തെ ഇസ്രായേലിനെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. 12 ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ച്, അല്ലാതെ 2 ഗോത്രങ്ങളോ 10 ഗോത്രങ്ങളോ അല്ല. ഈ 2 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിലൂടെ നാം മുൻപോട്ട് പോകുമ്പോൾ പിന്നെയും ദൈവം കൂട്ടിച്ചേർക്കാനിരിക്കുന്ന ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെക്കുറിച്ചാണ് ദൈവം പറയുന്നതെന്ന് നമുക്ക് വ്യക്തമാകും. ദൈവം എല്ലായ്പ്പോഴും ഈ ജനത്തെ കാണുന്നത് ഒരു രാഷ്ട്രമായിട്ടാണ്. ഒരു രാഷ്ട്രം, ഒറ്റ രാഷ്ട്രം. ഇസ്രായേലിൻ്റെ അന്ത്യനാളുകളും സഭയുടെ അന്ത്യനാളുകളും തമ്മിൽ നാം വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പലർക്കും അതൊരു വലിയ ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നതാണ്. എന്നാൽ ഈ 2 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവം സഭയെക്കുറിച്ചല്ല പറയുന്നത്. ദൈവം പറയുന്നത് സഭയ്ക്ക് ബാധകമാക്കുവാൻ ഇവിടെ യാതൊരു വഴിയുമില്ല എന്നോർക്കണം. അതുകൊണ്ട് ഇതിനെ നാം സഭയ്ക്കായി ചിന്തിക്കുന്നത് ശരിയാകാൻ വഴിയില്ല. ഇത് നാം വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. കാരണം പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സഭ എന്നുള്ളത് പഴയ നിയമത്തിൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമാകുന്നു എന്നത്രേ. റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇത് വ്യക്തമാക്കുന്നുണ്ട്. 16-ാം അധ്യായത്തിൻ്റെ റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 24-ും 25-ഉം വാക്യങ്ങളിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും.
പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും എന്നത്രേ. യെശയ്യാ പ്രവാചകന് സഭയെക്കുറിച്ച്, അതായത് ക്രിസ്തീയ സഭയെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ പൗലോസിൻ്റെ കാലത്ത് ഇത് ഒരിക്കലും ഒരു മർമ്മമായിരുന്നു എന്ന് പറയുവാൻ സാധിക്കുമായിരുന്നില്ല. പൗലോസിൻ്റെ കാലം തൊട്ട് ഇന്ന് വരെയും ക്രിസ്തീയ സഭ ദൈവത്തിൻ്റെ ദൂത് ലോകത്തിന് നൽകുന്ന പ്രതിനിധിയായി പ്രവർത്തിക്കുന്നു. എന്തായിരുന്നാലും ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവിൽ സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുന്നതാണ്. യെശയ്യാ പ്രവാചകൻ്റെ സന്ദേശം സഭായുഗത്തിനും അപ്പുറം, അതായത് സഭയുടെ ഉൽപ്രാപണത്തിനും ശേഷം ദൈവം വ്യത്യസ്തമായ ഒരു പുതിയ വഴിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നതിലേക്കാണ് നമ്മെ കാണിക്കുന്നത്. നാം അതിനെ മഹാപീഡനകാലം എന്ന് വിളിക്കുന്നു. അതിൻ്റെ അവസാനത്തിൽ ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കും. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 2-ാം അധ്യായം എന്നോടൊപ്പം എടുത്താട്ടെ, 1-ാം വാക്യം. ആമോസിൻ്റെ മകനായ യെശയ്യാവ് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച വചനം. യെശയ്യാവ് ഇവിടെ ഇസ്രായേലിനെക്കുറിച്ചും യഹൂദയെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും പറയുമ്പോൾ അത് തികച്ചും ഈ ജനങ്ങളെക്കുറിച്ചും ഈ സ്ഥലങ്ങളെക്കുറിച്ചും തന്നെയാണെന്ന് തന്നെ നാം മനസ്സിലാക്കണം. അതിന് മറ്റൊരർത്ഥം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ യെശയ്യാവ് ഇവിടെ പ്രതിരൂപാത്മകമായി സംസാരിക്കുകയായിരുന്നു എങ്കിൽ അവൻ അതും വ്യക്തമാക്കുമായിരുന്നു. അതായത് താൻ മറ്റൊരു അർത്ഥം കൊടുത്താണ് ഈ കാര്യം പറയുന്നതെങ്കിൽ അത് എപ്പോഴാണെന്ന് പോലും താൻ നമ്മെ അറിയിക്കുമായിരുന്നു. പ്രവചനങ്ങൾ ആത്മീയവൽക്കരിച്ച് വ്യാഖ്യാനിക്കപ്പെടുന്നതിനെ നാം വളരെ സൂക്ഷിക്കണം. ഏതൊരു ഭാഗമെടുത്താലും ചില ദുരുപദേശം പിടിച്ചിരിക്കുന്നവർക്ക് തങ്ങൾക്ക് ചേരുന്നത് അതിലുണ്ടെന്ന് പറയാൻ കണ്ടേക്കും. പക്ഷേ ഈ തെറ്റായ ആത്മീയവൽക്കരിക്കൽ സത്യത്തിൽ നിന്നും നമ്മെ അകറ്റിക്കളയും എന്ന് നാം ഓർക്കണം. 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അന്ത്യകാലത്ത് യഹോവയുടെ ആലയം ഉള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതമായിരിക്കും എന്ന് പറയുമ്പോൾ, ഞാൻ വീണ്ടും പറയട്ടെ, സഭയുടെ അന്ത്യദിനങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സഭയുടെ അവസാന നാളുകളെക്കുറിച്ച് അത് വിശ്വാസത്യാഗത്തിൻ്റെ സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇടയലേഖനങ്ങളായ 1-ഉം 2-ഉം തിമോത്തിയോസിൽ വിശുദ്ധ പൗലോസ് ഇത് വ്യക്തമാക്കുന്നുമുണ്ട്. 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ? സഭയുടെ അന്ത്യകാലവും ഇസ്രായേലിൻ്റെ ഒടുവിലത്തെ ദിനങ്ങളും ഒന്നല്ല. മാത്രമല്ല, ഇവ രണ്ടിൻ്റെയും കാലഘട്ടങ്ങൾ തമ്മിൽ അല്പം കൂട്ടിപ്പിണയുന്നുണ്ടെങ്കിൽ കൂടിയും ഇവ രണ്ടും ഒരേ കാലഘട്ടമല്ല എന്നും വ്യക്തമായല്ലോ. അതെ, ഇവ രണ്ടും തികച്ചും വ്യത്യസ്തമായ സമയങ്ങളാണ്. ഇവ രണ്ടും ഒരേ കാലഘട്ടത്തെ കുറിക്കുന്നതല്ല. ഇത് നാം പ്രത്യേകം ഓർത്തിരിക്കണം. അന്ത്യകാലമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മഹാപീഡനത്തെക്കുറിച്ചാണ്. തൻ്റെ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ നമ്മുടെ കർത്താവ് ഇക്കാര്യം വളരെ കൃത്യമായിട്ട് അവരോട് സംസാരിച്ചു. അവർ ചോദിച്ചു, ഗുരു, അതെപ്പോൾ സംഭവിക്കും? മഹാപീഡന കാലത്തിന് അവസാനം വരുന്നത് തൻ്റെ രാജ്യം സ്ഥാപിക്കുവാനായി ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോഴാണ്. യെശയ്യാ പ്രവചനത്തിൻ്റെ ആദ്യ ഭാഗം, അതായത് 2 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ പ്രതിപാദിക്കുന്നത് മഹാപീഡന കാലത്തെക്കുറിച്ചും ക്രിസ്തു ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്ന തൻ്റെ രാജ്യത്തെക്കുറിച്ചുമാണ്. യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും എന്ന് പറഞ്ഞിരിക്കുന്നത് സഭ എടുക്കപ്പെടുന്നതിന് ശേഷമുള്ള ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ചാണ്. പർവ്വതം എന്ന വാക്ക് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നിടത്ത് മിക്കപ്പോഴും രാജ്യം, അധികാരം അഥവാ ഭരണം എന്നൊക്കെയാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. ദാനിയേൽ തൻ്റെ പ്രവചനത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട് താനും. ദാനിയേൽ പറഞ്ഞ യഹോവയുടെ ആലയം പർവ്വതങ്ങളുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു. അതായത് ഭൂമിയിലെ സകല രാഷ്ട്രങ്ങൾക്കും മുകളിലാണ് ദൈവത്തിൻ്റെ രാജ്യം. ഈ ലോകത്തിലെ രാജ്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രാജ്യമായി തീരുവാൻ പോകുന്നു.
അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കും. ഇസ്രായേൽ ഇന്ന് ഒരു ഉഷ്ണബിന്ദു ആയിരിക്കുന്നു. അത് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നു, ഹോട്ട് സീറ്റ്. അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വളരെ വാർത്താ പ്രാധാന്യമുള്ളതായി തീർന്നിരിക്കുന്നു. അതിന് കാരണം ദൈവം തൻ്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്ന സമയത്ത്, അതെ, സഹസ്രാബ്ദ യുഗത്തിൽ രാഷ്ട്രീയവും മതപരവുമായ എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്രമായിരിക്കാൻ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ്. ആ ദിനങ്ങളെക്കുറിച്ച് ദാനിയേൽ പറയുന്നത് ശ്രദ്ധിക്കാം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്നു, വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു, ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റവയെ പറപ്പിച്ചു കൊണ്ടുപോയി, ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും മുകളിൽ ദൈവത്തിൻ്റെ രാജ്യം ഉയർത്തപ്പെടുന്നതാണ്. ഇനിയും 2-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലേക്ക് വരാം. 2-ാം അധ്യായം 3-ാം വാക്യം, അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കയറിച്ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. ഭരണത്തിൻ്റെയും മതത്തിൻ്റെയും കേന്ദ്രം യെരുശലേമായിരിക്കും എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അന്ന് കർത്താവായ യേശുക്രിസ്തു ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടെ പ്രഥമമായ പരിഗണനകളിൽ ഒന്ന് ദൈവഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നതായിരിക്കും. അവർ അവൻ്റെ വഴികളെ അന്വേഷിച്ചറിയുകയും അവൻ്റെ പാതകളിൽ അവർ നടക്കുകയും ചെയ്യും. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല, അവർ ഇനിയും യുദ്ധം അഭ്യസിക്കുകയുമില്ല. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും എന്ന് നാം വായിച്ചല്ലോ. എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദ വാഴ്ചയിൽ ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ഭരണകാലം മനുഷ്യവർഗത്തിന് മറ്റൊരു ശോധനയുടെ കാലമായിരിക്കും. ആ കാലത്ത് അനേകർ ശിക്ഷിക്കപ്പെടും. നിശ്ചയമായും അന്ന് വലിയൊരു പറ്റം ജനങ്ങൾ രക്ഷിക്കപ്പെടുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കുമെന്ന് നാം വായിച്ചല്ലോ. അക്കാലത്തെ ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ഭരണം തികച്ചും നീതിപൂർവമായിരിക്കും എന്നാണത് കാണിക്കുന്നത്. പരസ്പരം നീതിയിലും ന്യായമായും വർത്തിക്കാൻ അവർ രാഷ്ട്രങ്ങളെ നിർബന്ധിക്കും. അങ്ങനെ അന്നാദ്യമായി എല്ലാ രാജ്യങ്ങളും ഐക്യതയിൽ സമാധാനത്തിൽ കഴിയാൻ പോകുന്നു. സഹസ്രാബ്ദ രാജ്യത്തിൻ്റെ ഈ കാലത്ത് മാത്രമേ ജനങ്ങൾക്ക് വാളുകളെ കൊഴുക്കളാക്കുവാൻ കഴിയുകയുള്ളൂ. മഹാപീഡന കാലത്ത് ഇതിൻ്റെ നേരെ വിപരീതമായിരിക്കും സംഭവിക്കുന്നത്. യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. അന്ന് ആളുകൾ തങ്ങളുടെ കൊഴുക്കളെ വാളുകളാക്കും എന്നാണ് നാം അവിടെ വായിക്കുന്നത്. വാസ്തവത്തിൽ അതുപോലുള്ളൊരു സമയത്താണോ നാം ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? വ്യക്തികളെയും രാജ്യങ്ങളെയും നിരായുധീകരിക്കുന്നത് തീർച്ചയായും എൻ്റെ കാഴ്ചപ്പാടിൽ ദൈവജനത്തിന് വിരുദ്ധമാണ്. ഇന്ന് പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. സമാധാനവും സുരക്ഷിതത്വവും ഉണ്ടാകണമെങ്കിൽ ക്രമസമാധാന പാലനം കൂടിയേ തീരൂ. വാളുകളെ കൊഴുക്കളാക്കി അടിച്ചു തീർക്കുമെന്ന പ്രവചനം നിവൃത്തിയാകുന്നത് 1000 ആണ്ട് വാഴ്ചയിലാണ്, സഹസ്രാബ്ദ വാഴ്ചയിൽ. അതായത് കർത്താവായ യേശുക്രിസ്തു ഭൂമിയെ വാഴുന്ന സഹസ്രാബ്ദ വാഴ്ചയിൽ. ഇന്ന് വീടിൻ്റെ സുരക്ഷിതത്വത്തിനായി എന്തെല്ലാം ക്രമീകരണങ്ങളാണ് നാം ചെയ്യുന്നത്. പൂട്ടിനുമേൽ പൂട്ടും കാവൽ നായ്ക്കളും ഉണ്ടായിട്ടും വിലപിടിപ്പുള്ളത് വീട്ടിനകത്തുണ്ടെങ്കിൽ ഉറക്കം വരില്ല. എന്നാൽ അക്കാലത്ത് നിങ്ങൾക്ക് വാതിലിൻ്റെ പൂട്ടുകളൊക്കെ എടുത്തു മാറ്റാം. ഏത് രാത്രിയും വീതിയിലൂടെ സുരക്ഷിതമായി നടക്കാം. ആരും നിങ്ങളുടെ വീട് കവർച്ച ചെയ്യില്ല. ആരും നിങ്ങളെ പിടിച്ചു പറിക്കുകയുമില്ല. അന്ന് യുദ്ധങ്ങളില്ല, പ്രതിരോധ ആയുധങ്ങളുടെ ആവശ്യവുമില്ല. മനുഷ്യന് ഉള്ളതുകൊണ്ട് ഭംഗിയായി കഴിച്ച് ജീവിക്കാം. അത് മുഴുവൻ തോക്കും ബോംബും ഉണ്ടാക്കുവാൻ കളയേണ്ടതായി വരില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ സ്ഥാപിക്കുവാൻ പോകുന്നത് ഒരു സമാധാനത്തിൻ്റെ രാജ്യമായിരിക്കും. അവൻ സമാധാന പ്രഭുവാകുന്നു. അങ്ങനെ ഒരു കാലത്തിനായി ഈ ലോകത്തെ തയ്യാർ ചെയ്യുന്നതിനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യവർഗത്തിന് രക്ഷ അവൻ ഒരുക്കി. 5-ാം വാക്യത്തിൽ നാം ഇനി കാണുന്നത്, യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. ഇനിയും വരാനിരിക്കുന്ന ഭാവിയുടെ വെളിച്ചത്തിൽ നിശ്ചയമായും കർത്താവിൻ്റെ പ്രകാശത്തിൽ നാം നടക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. സമാധാനത്തിനുള്ള പാത അത് മാത്രമാണ്. എന്നാൽ ദൈവത്തെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ പിന്നെ നിങ്ങൾക്കൊരിക്കലും സമാധാനം ഉണ്ടാകില്ല. മറ്റ് ശ്രമങ്ങളൊക്കെ പരാജയമായിരിക്കും. 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദ വിജാതികളിൽ നിന്നും പുതിയ പുതിയ ആചാരങ്ങളും ആശയങ്ങളും ദത്തെടുത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. അത് അവരുടെ മതാചാരങ്ങളോട് കൂട്ടിച്ചേർത്തിരിക്കുന്നു. അശൂരിൽ നിന്നും ബാബിലോണിൽ നിന്നും സകല വിധത്തിലുമുള്ള മാർഗങ്ങളും അവർ സ്വീകരിച്ചിരിക്കുന്നു. അവിടുത്തെ എല്ലാ അനുഷ്ഠാനങ്ങളും അവർ സ്വന്തമാക്കി. ഏറെ താമസിക്കാതെ തന്നെ അവർ മറ്റ് രാഷ്ട്രങ്ങളോട് ചേർന്ന് സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിക്കുവാനും തുടങ്ങി. ദൈവം യഹൂദയോട് പറയുന്നത് നോക്കുക. 2-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. യഹോവയുടെ ഭയങ്കരത്വം നിമിത്തവും അവൻ്റെ മഹിമയുടെ പ്രഭ നിമിത്തവും നീ പാറയിൽ കടന്ന് മണ്ണിൽ ഒളിച്ചുകൊള്ളുക. മനുഷ്യരുടെ നിഗളിച്ച കണ്ണ് താഴും, പുരുഷന്മാരുടെ ഉന്നതഭാവം കുനിയും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നതഭാവവുമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും. അവ താണുപോകും. മനുഷ്യൻ്റെ നിഗളത്തെ തകർക്കാൻ ദൈവം താല്പര്യപ്പെടുന്നു എന്നത്രേ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തന്നെ തന്നെ ന്യായീകരിക്കുകയും ദൈവത്തെ ഒഴിവാക്കി തങ്ങളെ തന്നെ ഭരിക്കുകയും ലോകത്തെ ഭരിക്കുകയും ചെയ്യാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനെ ദൈവം തകർത്ത് താഴെയിടുവാൻ ആഗ്രഹിക്കുന്നു. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ലെബാനോനിലെ പൊക്കവും ഉയരവുമുള്ള സകല ദേവദാരുക്കളിന്മേലും ബാശാനിലെ എല്ലാ കരുവേലകങ്ങളിന്മേലും ഉയർന്നിരിക്കുന്ന സകല പർവ്വതങ്ങളിന്മേലും ഉയരമുള്ള എല്ലാ കുന്നുകളിന്മേലും ഉന്നതമായ സകല ഗോപുരത്തിന്മേലും ഉറപ്പുള്ള എല്ലാ മതിലിന്മേലും എല്ലാ തർശീസ് കപ്പലിന്മേലും മനോഹരമായ സകല ശൃംഗാര ഗോപുരത്തിന്മേലും വരും. ലെബാനോനിലെ ദേവദാരുക്കളും ബാശാനിലെ കരിവേലകമെന്നൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ അഹങ്കാരത്തെ കുറിക്കുന്നതാണ്. അതുപോലെ പർവ്വതങ്ങളും കുന്നുകളും എന്നത് ഭരണകേന്ദ്രത്തെയും സമൂഹത്തെയുമാണ് കാണിക്കുന്നത്. ഉന്നതമായ ഗോപുരങ്ങൾ, ഉറപ്പുള്ള മതില് സൈന്യത്തെ കുറിക്കുന്നതാണ്. അവ ന്യായം വിധിക്കപ്പെടുവാൻ പോകുന്നു എന്നാണ് പ്രവാചകൻ വിളിച്ചു പറയുന്നത്. തർശീസ് കപ്പലും ശൃംഗാര ഗോപുരവും പ്രതിനിധാനം ചെയ്യുന്നത് കച്ചവടത്തെയും കലയെയുമാണ്. ഇവയും ന്യായം വിധിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്നു. ഇനി 17-ാം വാക്യത്തിലേക്ക് നാം വരും. അപ്പോൾ മനുഷ്യൻ്റെ ഗർവം കുനിയും, പുരുഷന്മാരുടെ ഉന്നതഭാവം താഴും. യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും. ദൈവം മനുഷ്യൻ്റെ സകല അഹങ്കാരത്തെയും ഉന്നതഭാവത്തെയും താഴെയിടുവാൻ പോകുന്നു. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്ന, മിഥ്യാമൂർത്തികളോ അശേഷമില്ലാതെയാകും. എല്ലാ പാഷാണ മതങ്ങളെയും ദൈവം നശിപ്പിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാ കൾട്ടുകളെയും ദൈവം ഇല്ലായ്മ ചെയ്യും. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവർ അവൻ്റെ ഭയങ്കരത്വം നിമിത്തവും അവൻ്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗുഹകളിലും മണ്ണിലെ പോതുകളിലും കടക്കും. ന്യായവിധിയുടെ ആ ദിവസത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നത് വെളിപ്പാട് പുസ്തകത്തിൽ ആവർത്തിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകല ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ, സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാട്ടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പീൻ. അവരുടെ മഹാകോപ ദിവസം വന്നു,
ആർക്ക് നിൽക്കാൻ കഴിയും എന്ന് പറഞ്ഞു. ഇന്ന് നാം മാധ്യമങ്ങളിലും മറ്റും കാണുന്ന രാഷ്ട്രീയ സമ്പദ്ഘടനയും ഭരണ സംവിധാനങ്ങളും വാണിജ്യവും കലയുമൊക്കെ തന്നെ മനുഷ്യൻ്റെയും അവൻ്റെ മതത്തിൻ്റെയും ഗർവ് അഥവാ ഉന്നത ഭാവമാണല്ലോ. എന്നാൽ മനുഷ്യൻ്റെ അഹങ്കാരം എല്ലാം താഴെ കൊണ്ടുവന്ന് കർത്താവായ യേശുവിനെ ഉയർത്തുന്നതായ ഒരു ദിവസം വരാൻ പോകുന്നു. ഇന്ന് ഭരണ സംവിധാനത്തിലോ സമൂഹത്തിലോ വാണിജ്യത്തിലോ കലയിലോ യേശുവിന് അർഹതപ്പെട്ട സ്ഥാനം നൽകിയിട്ടില്ലല്ലോ. ഒക്കെ മനുഷ്യൻ്റെ താന്തോന്നിത്വത്തിന് മാത്രമാകുന്നു എന്നാണ് നാം കാണുന്നത്. എന്തിന് ഈ ലോകത്തിലെ ആഘോഷങ്ങളിലോ മതത്തിൽ തന്നെയോ അവന് സ്ഥാനമില്ല. അവനെ ഇന്ന് പുറത്താക്കിയിരിക്കുന്നു. എന്നാൽ അവൻ വീണ്ടും വരുന്ന ആ നാളിൽ മനുഷ്യൻ ഭൂമിയുടെ ഗുഹകളിലേക്ക് ഓടും. മനുഷ്യൻ അങ്ങനെ ഒരു ഗുഹാജീവിയായിരുന്നുവോ എന്നെനിക്കറിയില്ല. എന്നാൽ അവരെ ഗുഹകളിലേക്ക് അയക്കുന്ന ഒരു ദിവസം ഭാവിയിൽ വരുവാൻ പോകുന്നു. 20 21 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ഭയങ്കരത്വം നിമിത്തവും അവൻ്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗൗരങ്ങളിലും പൊട്ടിയ പാറകളുടെ വിള്ളലുകളിലും കടക്കേണ്ടതിന് തങ്ങൾ നമസ്കരിപ്പാൻ വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ മനുഷ്യർ ആ നാളിൽ തുരപ്പനലിക്കും നരിച്ചീറിനും എറിഞ്ഞുകളയും. യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ, ഇത് മഹാപീഡനകാലത്തെയാണ് കുറിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. ദൈവത്തിൻ്റെ ക്രോധം ചൊരിയപ്പെടുന്ന ആ സമയം ആർക്കും സഹിച്ചുകൂടാത്തതാകുന്നു. 22 വാക്യത്തിൽ നാം വായിക്കുന്നു, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിവിൻ, അവനെ എന്ത് വിലമതിപ്പാനുള്ളൂ. മനുഷ്യനെ ഗണ്യമാക്കേണ്ടതില്ല എന്നല്ല പ്രവാചകൻ നമ്മോട് ഇവിടെ പറയുന്നത്. നാം നമ്മുടെ ആശ്രയം മനുഷ്യരിൽ വെക്കരുത് എന്നാണ് പ്രവാചകൻ ഇവിടെ പറയുന്നത്. കാരണം മനുഷ്യൻ താൽക്കാലികനാണ്. തങ്ങളുടെ സകല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിച്ച് അവരില്ലാതെ വന്നപ്പോൾ നിരാശയിൽ ആണ്ടുപോയ എത്രയെത്ര ഹതഭാഗ്യർ. സങ്കീർത്തനക്കാരൻ പാടി, ഏതു മനുഷ്യനും എത്ര ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രമാകുന്നു എന്ന്. ഞാനും നിങ്ങളും ശ്വാസം അകത്തേക്ക് വലിക്കുന്നു. അടുത്ത ശ്വാസം എടുക്കുവാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. ഒരു മനുഷ്യനും അറിയില്ല. മനുഷ്യൻ്റെ കാര്യം അത്രയ്ക്കേ ഉള്ളൂ. അടുത്ത ശ്വാസം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർന്നില്ലേ? മനുഷ്യൻ അത്രമാത്രം നിസ്സാരനാണ്. വാരിക്കോരി സമ്പാദിക്കാൻ ബന്ധപ്പെട്ട് ഇറങ്ങുന്ന മനുഷ്യൻ ഒരു ഹൃദയാഘാതത്താൽ, ഒരു വാഹനാപകടത്താൽ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെടുന്ന എത്രയെത്ര സംഭവങ്ങൾ നമുക്ക് ചുറ്റും നാം എന്നും കാണുന്നു. നമുക്ക് നമ്മുടെ ആശ്രയം മാറ്റമില്ലാത്തവനായ ദൈവത്തിൽ മാത്രം വയ്ക്കാം. എന്തെല്ലാം സംഭവിച്ചാലും അവിടുന്ന് തന്നിൽ ആശ്രയിക്കുന്നവരെ ഒരു നാളും കൈവിടുകയില്ല. ഇത് അനുഭവിച്ചറിഞ്ഞ സങ്കീർത്തനക്കാരൻ പാടി, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഭയപ്പെടാതെ, കുലുങ്ങാതെ, പതറാതെ മുൻപോട്ട് പോകുവാൻ നമുക്ക് നമ്മുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കാം. തീർച്ചയായും അവൻ കൈപിടിച്ച് നടത്തുന്ന നല്ലവനായ ദൈവമാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഉറപ്പിനായി സ്തോത്രം. ഞങ്ങളോട് കൂടെ ഇരുന്ന് വഴി നടത്താമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഓർത്ത് സ്തോത്രം. നിൻ്റെ വചനം എത്ര കൃത്യമായും വ്യക്തമായും ഞങ്ങളോട് സംസാരിക്കുന്നു. നിൻ്റെ വചനം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ അനുസരിപ്പാനും ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാനും അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് ഈ വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. അവരുടെ കുടുംബങ്ങളെ, അവരുടെ എല്ലാ സംരംഭങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തോട് കരുണ കാണിക്കണമേ. തരുന്ന എല്ലാ നല്ല ദാനങ്ങളും ഓർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം ഉന്നതനും ശാശ്വതവാസിയുമാകുന്നു. ക്രിസ്തു തൻ്റെ മരണത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് അരുളി ചെയ്തത്, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്നാകുന്നു. ലോകത്തിന് ഭോഷത്വമെങ്കിലും ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം മൂലമാണ്
മാനവജാതി ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്. ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ഉപദേശത്തെയും ഉയർത്തുവാൻ ദൈവജനം തയ്യാറായാൽ ലോകം ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടുമെന്നതിന് സംശയമില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായി വർത്തിക്കുവാൻ ദൈവത്തിൻ്റെ സഭയാകുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ.